ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇനി ഞാനൊരു ഗോളിക റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതെങ്ങനെ ചെയ്യേണ്ടത് നോക്കാമല്ലോ. അതിനായിട്ട് ഞാൻ പാത്രത്തിലേക്ക് 1 കപ്പ് കടലപ്പരിപ്പ് കൂട്ടുന്നുണ്ട്. അത് കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂട്ടുന്നുണ്ട്. നല്ല വെള്ളം കൂട്ടണേ. അതേ വെള്ളം പിന്നെ കുക്കറിൽ വേവിക്കുമ്പോൾ ഇതേ വെള്ളം കൂട്ടുന്നത്. ഇതൊരു 10 മിനിറ്റ് നനഞ്ഞിട്ടാകുമ്പോൾ ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ട് നേരത്തെ കടല എടുത്ത കപ്പിൽ ഇനി 1 കപ്പ് വെള്ളം കൂട്ടുന്നുണ്ട്. 2 കപ്പ് വെള്ളം കൂട്ടിയിട്ട് ഒരു 5 വിസിൽ കൂക്കിയെടുക്കണം. അതിനായിട്ട് പൊടി മിക്സാക്കി വയ്ക്കാമല്ലോ. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് മൈദപ്പൊടി എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾ കൂട്ടുന്നുണ്ട്. ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ മഞ്ഞൾ കൂട്ടിയത് ഇട്ടാകുമ്പോൾ വെള്ളം കൂട്ടിയിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾ ചപ്പാത്തിക്കെല്ലാം കുഴയ്ക്കുമല്ലേ, അതേപോലെ കുഴച്ചാൽ മതി. മിക്സാക്കി എടുത്തിട്ട് നല്ലോണം ഒരു 15 മിനിറ്റിനെങ്കിലും നിങ്ങൾ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് എണ്ണ കൂട്ടിയിട്ട് കുഴച്ചെടുക്കണം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കൂട്ടിയിട്ട് നല്ലോണം കുഴച്ചെടുത്തിട്ട് മുകളിൽ എണ്ണ തേച്ചിട്ട് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതായിട്ടാകുമ്പോൾ ഞങ്ങൾ കടല വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടല എടുത്ത കപ്പിൽ 1 കപ്പ് തേങ്ങ ചിരകിയത് കൂട്ടുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ കടല എടുത്തില്ലേ, അതേ കപ്പിൽ 1.5 കപ്പ് വെല്ല ചിരകിയത് കൂട്ടുന്നുണ്ട്. ഇതെല്ലാം കൂട്ടിയിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. കടലെല്ലാം പൊടിഞ്ഞ് കിട്ടണം. അത് നേരെ ഇതെല്ലാം വെള്ളം ആറിയിട്ടാകുമ്പോൾ നിങ്ങൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് അതിന് കുറച്ച് ഏലത്തിരി പൊടി കൂട്ടിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണേ. അതായിട്ടാകുമ്പോൾ ഞാൻ ഊറിനെല്ലാം തണിഞ്ഞിട്ടാകുമ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പൊടിയും അതേ രണ്ടും ഒരേ അളവിൽ എടുക്കണം. അതായിട്ടാകുമ്പോൾ ഞാൻ അതിൻ്റെ നടുക്ക് വെച്ചിട്ട് കയ്യിൽ വെച്ച് പരത്തിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ പ്ലാസ്റ്റിക് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ പരത്തിയെടുക്കാം. ഇങ്ങനെ ആക്കിയിട്ട് ചട്ടിയിൽ വെച്ചിട്ട് നെയ്യ് ഇട്ടിട്ട് വേണമെങ്കിൽ ഇതാക്കാം. ഞാനങ്ങനെ എണ്ണ ഇട്ടിട്ട് ചൂടാക്കിയതേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. ഈവനിങ് സ്നാക്സ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. താങ്ക് യു.